റേഷ്യോ 1:, ഒരു ചട്ടി സിമെന്റിന് 10 ചട്ടി മണല. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. സാധാരണ 12:1 നമ്മൾ കെട്ടാണ് ഉപയോഗിക്കുക, ഈ പൊടി ഉപയോഗിക്കുക. അത്ര എക്സ്ട്രീം അല്ല, അല്ല, സംഭവം ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ മറ്റേ കമ്പനി റേഷ്യോ പ്രകാരമല്ല സാധാരണ ഉപയോഗിക്കുന്ന അന്നാളെ അതേ കണ്ടീഷൻ തന്നെ ഞാൻ അവിടെ ആപ്പിച്ച് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് പറഞ്ഞത്. സാധാരണ ആരും അതങ്ങനെ ഇത്രയും റേഷ്യോ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇല്ല, അല്ല സാറെ കെട്ടെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് പോവുള്ളൂ, കെട്ടനങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. 1:6 ഒക്കെയാണ് സാധാരണ എല്ലാവരും പറയുന്നത്. 1:6 പ്ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് 1:6. അല്ല, സാധാരണ രീതിയിൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ചെയ്യുന്നത് ആരും ചെയ്യാറ്, സൈറ്റുകളിൽ ശരിയാണ് ചെയ്യാറില്ല. 1:6 സാധാരണ പ്ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. 1:5 സാധാരണ പ്ലാസ്റ്റിങ്. 5-6 ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റിങ്. ശരിക്കും കെട്ടുപണിക്കാണ് കൂടുതൽ ഇത് നോക്കണ്ട. ബിൽഡിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണല്ലോ. ബിൽഡിംഗ് സ്ട്രെങ്ത്, കെട്ടുപണിക്ക് സ്ട്രെങ്തിന്റെ ആവശ്യം വരുന്നില്ല. കെട്ടുപണിക്ക് നമ്മൾ മെയിനായിട്ട് കെട്ടുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കല്ലിന്റെ സീറ്റിംഗ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായും അവിടെ സ്ട്രെങ്ത് തീർച്ചയായും പ്ലാസ്റ്ററിംഗ് ഒരിക്കലും ബലം പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ല, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റേ തട്ടോ മുട്ട ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകാതിരിക്കേണ്ട സാധനം പ്ലാസ്റ്റിക് ആണല്ലോ. ഈ കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കെട്ടിന് പറഞ്ഞ സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റിക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ളിൽ എത്ര ലോ കട്ടി കുറഞ്ഞ പരക്കണാണെങ്കിൽ അതവിടെ ഫിറ്റായില്ലേ. ഈ കല്ല് തമ്മിലുള്ള സീറ്റിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല സീറ്റിംഗ് വേണമല്ലോ. അപ്പോൾ തീർച്ചയായും അത് നല്ല സീറ്റിംഗ് എന്ന് പറയുമ്പോൾ വെറും പൂഴിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പോലും വെർട്ടിക്കലായിട്ട് ഇങ്ങനെ സാധനം ഒരു കാരണവശാലും അതിന് മുകളിലേക്ക് ലോഡ് താഴേക്കല്ലേ വരുന്നുള്ളൂ. ഈ താഴേക്കുള്ള ഇരുത്തത്തിന് ആ സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. അത് മാത്രമല്ല ഈ തീർച്ചയായും ഉറപ്പായിട്ടിരിക്കുകയാണ്. അതല്ലേ നമ്മൾ ഈ പരക്കിനിടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് തൂക്കി നിൽക്കുന്ന സാധനത്തിന് ഒരു കാരണം സൈഡിലേക്കുള്ള വെയിറ്റ് വരുന്നത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സൈഡിലേക്കുള്ള വെർട്ടിക്കലോട് നേരെ താഴേക്ക് വന്നു ആ സീറ്റിംഗ് ക്ലിയർ ചെയ്യുക.